ദൃശ്യം മലയാളത്തിലെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ബോക്സ് ഓഫീസ് സക്സസ് എന്ന് പറയാൻ പറ്റിയൊരു മൂവിയാണ്. പേഴ്സണലി എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടൊരു മൂവി കൂടിയായിരുന്നു ദൃശ്യം. ഒരു ഫാമിലിയിൽ ഒരാൾ ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥി കടന്നു വരുന്നതും ആളെ കൊന്നിട്ട് പിന്നീട് അതിൽ നിന്ന് എങ്ങനെ ഒരു ഫാമിലി രക്ഷപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു പടമായിരുന്നു ദൃശ്യം. വർഷങ്ങൾക്കിപ്പുറം ദൃശ്യം 2 റിലീസായപ്പോൾ എനിക്ക് അത്രത്തോളം വലിയ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല. കാരണം ഈ ദൃശ്യം 1 ഫസ്റ്റ് പാർട്ട് തന്നെ ഏകദേശം ക്ലോഷർ വന്നിട്ടുള്ളൊരു സ്റ്റോറി ആയിരുന്നു അതിലുണ്ടായിരുന്നത്. ഇനി എന്ത് അതിലുണ്ടാവും എന്നുള്ള കാര്യത്തിലായിരുന്നു ദൃശ്യം 2 വന്നത്. പക്ഷേ അത്ര വലിയ എക്സൈറ്റ്മെൻറ്റ് ഇല്ലെങ്കിൽ പോലും അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ ഒരു കഥ അവർ പറഞ്ഞു ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു. സീരിയൽ ലെവൽ മേക്കിംഗ് ആയിരുന്നു ദൃശ്യം 2 ഉണ്ടായിരുന്നത്. എന്നാൽ പോലും ഒരു അവസാനത്തെ ട്വിസ്റ്റൊക്കെ അത്യാവശ്യം ഒരു ഐ ക്യാച്ചിങ് ആയിരുന്നു. വീണ്ടും വർഷങ്ങൾക്കിപ്പുറം ദൃശ്യം 3 വരികയാണ്. ഇനി എത്രത്തോളം ഈ വരുണിൻ്റെ ഡെഡ് ബോഡിയെ വലിച്ചു നീട്ടും എന്നറിയാൻ വേണ്ടിയിട്ട്, മാത്രമല്ല സ്പോയിലേഴ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും ഐ ഡിസൈഡ് ടു ഗിവ് ഇറ്റ് ഗോ. സോ ലെറ്റ്സ് റിവ്യൂ ദൃശ്യം 3. സ്പോയിലേഴ്സ് ഒഴിവാക്കാൻ രാവിലെ 8 മണിയുടെ ഷോയിൽ തന്നെയാണ് പോയത്. ഇപ്പം തന്നെ അറിയാമല്ലോ, സോഷ്യൽ മീഡിയ മൊത്തം ഇതിലെ പല സീനുകളും ഒക്കെ വന്ന് സ്പോയിലേഴ്സ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം ഒഴിവാക്കി ഒരു കംപ്ലീറ്റ് സിനിമാറ്റിക് എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് രാവിലെ 8 മണിയുടെ ഷോയ്ക്ക് പോയത്. ഒരിക്കലും ഒരു മോശം പടമല്ല ദൃശ്യം 3. ഇപ്പോൾ ഒരു മോശം പടം എന്നുള്ള രീതിയിൽ തേജോവധം ചെയ്യാൻ വേണ്ടതായിട്ടുള്ളൊരു മൂവി അല്ല ദൃശ്യം 3. കാരണം അതിൻ്റെ മേക്കിംഗ് ഒക്കെ അത്യാവശ്യം നല്ലതായിട്ട് എനിക്ക് തോന്നി. ഇപ്പോൾ ജിത്തു ലെവലിൻ്റെ സീരിയൽ ലെവൽ മേക്കിംഗ് ആണ് ഇപ്പോൾ സോഫാർ കുറച്ച് റീസെൻറ്റ് പടങ്ങളിൽ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ അതൊക്കെ മാറ്റി നിർത്തി അത്യാവശ്യം നല്ലൊരു മേക്കിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അത്യാവശ്യം ടെൻഷൻ ബിൽഡിംഗ് ആയിട്ട് തന്നെ പടം പോയിട്ടുണ്ട്. ഇവിടെ എന്നെ ഏറ്റവും ഡിസപ്പോയിൻറ്റഡ് ആക്കിയ ഭാഗം എവിടെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ക്ലൈമാക്സ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂർ 40 മിനിറ്റ് ലെങ്ത് ഉള്ളൊരു മൂവിയാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻ്റർവെൽ ഈസ് ദ ബിഗ്ഗസ്റ്റ് പോയിന്റ്. ഇപ്പോൾ ഇൻ്റർവെല്ലാണ് ഇതിൻ്റെ ബിഗ്ഗസ്റ്റ് ഹൈ പോയിന്റ്. ഒരു സർപ്രൈസ് റിവീലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി വെൻ കമ്പയർഡ് ടു ദ സെക്കൻഡ് ഹാഫ്. ഇപ്പോൾ ഫസ്റ്റ് ഹാഫിൽ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു വർഷങ്ങൾക്കിപ്പുറം ജോർജ് കുട്ടിയുടെ ജീവിതം അതൊക്കെ പറഞ്ഞു പോകുന്നതാണ്. പിന്നെ അതിലേക്ക് വരുന്ന സംഘർഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് പറഞ്ഞത്. ഇപ്പോൾ ഇമോഷണൽ ത്രില്ലർ എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് ജിത്തു ജോസഫ് പറഞ്ഞിട്ടുണ്ടെങ്കിലും വലിയ ട്വിസ്റ്റുകളൊന്നും പ്രതീക്ഷിക്കേണ്ട എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളെങ്കിൽ പോലും ഇതൊരു ദൃശ്യം ഫ്രാഞ്ചൈസിയിലുള്ള ഫിലിമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ബിൽഡ് ചെയ്ത് പോകുമ്പോൾ, അപ്പോൾ അതൊരു ടെൻഷൻ ബിൽഡ് ചെയ്ത് എന്തിലേക്കെങ്കിലും പോവും എന്നുള്ള രീതിയിൽ പോകുമ്പോൾ ആ ലെവൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യും. പക്ഷേ ആ എക്സ്പെക്റ്റ് ചെയ്തതിൻ്റെ 7 അയലത്ത് വരാത്ത രീതിയിലുള്ളൊരു സംഭവമാണ് സംഭവിക്കുന്നത്. ഇനി ഇതിലെ എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ കാണിച്ച് ചോദിച്ച് രക്ഷപ്പെട്ടാലും എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടുത്തെ മേജർ പ്രോബ്ലം ഒരു ദൃശ്യം ഫ്രാഞ്ചൈസിയായിട്ടുള്ള ഒരു ബന്ധമില്ലാത്ത രീതിയിലുള്ളൊരു എൻഡിങ് ആണ് എനിക്ക് ഈ പടത്തിന് തോന്നിയത്. മേജർലി ഇപ്പോൾ സ്പോയിലേഴ്സ് ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ പറയുക, സ്പോയിലേഴ്സ് ഇപ്പോൾ ഈ പറയാൻ പോകുന്നത് ചിലപ്പോൾ സ്പോയിലേഴ്സ് ആയിരിക്കാം. ഒന്നുമില്ല, ജസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നോർമലി എന്താ പറയുക, ഒരു ദൃശ്യത്തിൽ നടക്കുന്ന സംഭവങ്ങളുണ്ടല്ലോ, അപ്പോൾ ആ കഥയായിട്ടൊരു ബന്ധമില്ലാത്ത രീതിയിൽ ഒരാൾ റിവെഞ്ച് എടുക്കാൻ വേണ്ടി റിവെഞ്ച് ചെയ്യുന്ന പോലെ ഒരു എൻഡിങ്. അപ്പോൾ അത് അത്രത്തോളം ഒരു ദൃശ്യം ഫ്രാഞ്ചൈസി എന്നുള്ള രീതിയിൽ എനിക്ക് ദഹിച്ചില്ല. പിന്നെ ഒരു ടൈലൻഡ് വരുന്നുണ്ട്, വിച്ച് മീൻസ് ദൃശ്യം 4 is gonna come. ഇനി എന്ത് കാണിക്കാനാണ് എന്ന് എനിക്ക് തോന്നി. ഇപ്പോൾ ഈ ഒരു മോഡലാണെങ്കിൽ ഇപ്പോൾ ഒരു ഫാമിലി മറ്റേ ഫാമിലിയോട് റിവെഞ്ച് കാണിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകാനാണെങ്കിൽ ദൃശ്യം 10 വരെ ഇറക്കാം, വലിച്ചു നീട്ടി, പ്രത്യേകിച്ച് ഒന്നുമില്ലാത്ത രീതിയിൽ മേക്കിംഗ് ക്വാളിറ്റി കൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പിടിച്ചു നിർത്തി കാണാം. അല്ലാണ്ട് ലൈക്ക് ഇനി ഈ ഒരു പടത്തിന് സോളായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ മൊത്തത്തിൽ ദൃശ്യം 3 എനിക്ക് തോന്നിയത് ഒരു ആത്മാവില്ലാത്തൊരു പടം. മനസ്സിലായോ? മോശം പടമല്ല എന്നാൽ നല്ല പടമല്ല. ലൈക്ക് കണ്ടു എൻഗേജ് ചെയ്ത് തന്നെ പടം എൻഡിങ് വരെ പോകുന്നുണ്ട്. പക്ഷേ അവസാനം ഒരു സ്റ്റഫ് ചെയ്ത് അവിയൽ പോലെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്. ഒരു ജോർജ് കുട്ടിയെ എന്തുകൊണ്ട് ഒരു വേറിട്ട ഒരു മനുഷ്യനാവുന്നു എന്നുള്ളതിൽ നിന്ന് ലൈക്ക് ആ രീതിയിൽ അങ്ങനെ ഒരു ക്യാരക്ടർ തോട്ടൊന്നും ഈ പടത്തിൽ വന്നിട്ടില്ല. അവസാനം എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്. ഇപ്പം ഈ അറിയില്ല, ഇപ്പോൾ പ്ലോട്ട് ഹോൾസ് എന്നുള്ള രീതിയിലൊന്നും പറയത്തക്കതായിട്ടൊന്നും സംഭവിക്കുന്നില്ല ഈ പടത്തിൽ. കാര്യമായിട്ടൊന്നും സംഭവിക്കുന്നില്ല ഈ പടത്തിൽ. ഇനിയിപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈക്ക് ബേസിക്കലി ഞാൻ ഡിസപ്പോയിൻറ്റഡ് ആണ് ഈ പടത്തിൽ. ഇപ്പോൾ ഒരു ദൃശ്യം 3 ആസ് എ ഒരു നോർമൽ ത്രില്ലർ ആകുമ്പോൾ ചിലപ്പോൾ ഇറ്റ്സ് എ ഗുഡ് മൂവി എന്നുള്ള രീതിയിൽ പറയാം. പക്ഷേ ആസ് എ ദൃശ്യം ഫിലിം ഒരു മീഡിയോക്കർ അല്ലെങ്കിൽ മിഡ് ഫിലിമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കണ്ടു നോക്കാം. കാരണം സോഫാർ ഇത്രയും പടങ്ങൾ ഇത്രയും ഫോളോ ചെയ്ത ആൾക്കാർക്ക് കണ്ടു നോക്കാം. റീസെൻറ്റ് ജിത്തു ലെവൽ പടങ്ങളെ വെച്ചിട്ട് ഒരു ബെറ്റർ ഔട്ട്പുട്ട് തന്നെയാണ് ഈ പടത്തിന് കിട്ടിയിട്ടുള്ളത്. പക്ഷേ വെൻ കമ്പയർഡ് ടു ദ ദൃശ്യം മൂവീസ് ദിസ് ഈസ് ദ വീക്കസ്റ്റ് ഫിലിം ഓഫ് ഡേറ്റ്. സോ ഫോർ മീ ഇറ്റ്സ് എ സ്ട്രിക്ട്ലി ആവറേജ് ഫിലിം. അതിന് മുകളിലേക്കും ഇല്ല താഴത്തോട്ടും ഇല്ല. മോഹൻലാലിൻ്റെ അഭിനയം കാണാൻ വേണ്ടി കാണാം. സോ ദാറ്റ് വാസ് ഗുഡ് ആക്ച്വലി. പക്ഷേ അതർ ദാൻ ദാറ്റ് എടുത്തു പറയത്തക്കതായിട്ട് ഒന്നും തന്നെ ഇല്ലാത്ത ഒരു ഫിലിം. ഹോപ്പ്ഫുള്ളി ദൃശ്യം 4 വിൽ നോട്ട് ഹാപ്പൻ. അത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.